തീർത്ഥാടകരുടെ സുരക്ഷയും ഒപ്പം അവർക്ക് സുഖപ്രദമായി അയ്യപ്പനെ ദർശിച്ചെന്ന് മടങ്ങാനുള്ള സൗകര്യവും ഇതായിരുന്നു പോലീസ് സേനകൾ ശബരിമലയിൽ കാലങ്ങളായി ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ ഇതിന് വലിയ രീതിയിൽ മാറ്റമുണ്ടായി. തീർത്ഥാടകർക്കൊപ്പം ശബരിമലയുടെ കർശന സുരക്ഷയും സമം ചേർത്താണ് ഇത്തവണത്തെ ക്രമീകരണങ്ങൾ. കേന്ദ്ര സേനയും നമ്മുടെ സേനയും കൂടെ ചേർന്ന് സംയുക്തമായി ഉള്ള ഒരു ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും മുൻനിർത്തിയുള്ള ഒരു സുരക്ഷാ ക്രമീകരണം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആദ്യഘട്ടത്തിൽ ഇത്രയേറെ സുരക്ഷ ഒരുക്കിയിട്ടില്ല. ദ്രുതകർമ്മസേന, CRPF തുടങ്ങിയ കേന്ദ്ര സേനകളും അർദ്ധസൈനിക വിഭാഗമായ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ 2 കമ്പനികളും 1 കമ്പനി കമാൻഡോകളും പോലീസിനു പുറമെ സേവനത്തിലുണ്ട്. പമ്പയിൽ IRBയുടെയും കമാൻഡോയുടെയും കമ്പനികളുണ്ട്. സോപാനത്തിൽ കമാൻഡോകൾക്കൊപ്പം ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചു. മരക്കൂട്ടം, പാണ്ഡ്യത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലും സായുധ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സോപാനത്തിലേക്ക് എത്തുന്നവരെയെല്ലാം കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുമുണ്ട്. മീഡിയ 1 സന്നിധാനം.